28:20 മത്തായി ശ്ലീഹ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകുവിൻ. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുവിൻ. യുഗാന്തം വരെ എന്നും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. എന്ന് പറഞ്ഞ യുഗാന്ത്യം വരെ ഞാൻ എന്നും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. അതാണ് പ്രസൻസ്. അത് പ്രസൻസ് ഉടമ്പടിയുടെ ഭാഗമാണ്. എന്താണ് ഉടമ്പടി? എന്താണ് അതിനകത്തുള്ള ഉടമ്പടി കണ്ടന്റ്? എന്താണ്? വായിച്ചോളൂ. അതിനകത്തുള്ള ഉടമ്പടി കണ്ടന്റ് എന്താ? വായിച്ചോളൂ. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കും. ഞങ്ങളതല്ല ചെയ്യണത്. കർത്താവ് നിങ്ങളോട് കൽപ്പിച്ചൊക്കെ അനുസരിക്കാൻ ഞങ്ങൾ നിങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളതനുസരിച്ച് പഠിച്ചിട്ട് അത് പ്രയോഗത്തിൽ കൊണ്ടുവന്നിരിക്കുന്ന സാക്ഷ്യങ്ങളാണ് നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ നമ്മൾ ഉടമ്പടിയിലാകുന്ന വ്യക്തിക്ക് എന്താണ് ഈശോ നൽകിയ ലാസ്റ്റ് പ്രോമിസ്? എന്താണ്? യുഗാന്ത്യം വരെ എന്ന് വെച്ചാൽ നീ മരിക്കണത് വരെ കർത്താവ് നിന്നോട് കൂടെ. കൈയടിച്ചട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് അതായത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് സ്നേഹമാണ് ഇതിനെ ചൂടാക്കി, ഉടമ്പടിയെ ചൂടാക്കി ആ സ്നേഹത്തിൽ നിറഞ്ഞ പ്രഖ്യാപനവും പ്രയോഗവുമാണ് ഉടമ്പടിയെ ചൂടാക്കി നിർത്തുന്നത്. ആ സ്നേഹത്തിൻ്റെ ചൂടിലാണ് ദൈവം നമ്മുടെ കൂടെ പ്രസൻസ് തരണത്. ഈ പ്രസൻസ് അങ്ങ് പോയി കഴിഞ്ഞാൽ നമ്മുടെ സ്നേഹം പ്രസൻസ് പോകാൻ സാധ്യത എപ്പോഴാണെന്ന് അറിയാമോ? ഈ പ്രസൻസ് കളയാതിരിക്കാൻ നോക്കണം. പ്രസൻസ് കളയുന്ന അരൂപിയൊക്കെ വന്നാൽ ഈ പ്രസൻസ് വിട്ടുപോകും. അങ്ങനെ കുഴപ്പമുണ്ട് പ്രസൻസിനെ. ദൈവത്തിൻ്റെ സാന്നിധ്യം വിട്ടുപോകും. ഇപ്പം സാംസൺ കണ്ട പെണ്ണുങ്ങളെയൊക്കെ പ്രേമിച്ച് നടന്ന പാർട്ടിയാണല്ലേ സാംസൺ ദലീല. അതിൽ അല്ലേ? അപ്പോൾ അവൻ്റെ നസീർ വ്രതം അവർ ദൈവമായിട്ടൊരു ഉടമ്പടിയായിരുന്നു. നസീർ വ്രതം മുടിയൊക്കെ വെട്ടി എടുത്ത് നിഷിദ്ധമായ ആഹാരങ്ങളൊന്നും ഉപയോഗിക്കാതെ അവൻ ചെയ്തൊരു സെൽഫ് ഡിസിപ്ലിനുണ്ട്. സെൽഫ് ഡിസിപ്ലിൻ മാറ്റിയിട്ടാണ് ഇവൻ ലൈനടിക്കാൻ പോയത്. അതോടുകൂടി എന്താ പറയണത്? കർത്താവിൻ്റെ ആത്മാവ് വിട്ടുപോയി, പ്രസൻസ് പോയി. അധർമ്മം വർദ്ധിച്ചാൽ പ്രസൻസ് പോകും. Take the word of God, Samson. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ന്യായാധിപന്മാർ 16:20. എത്രേ പറഞ്ഞോളൂ? ന്യായാധിപന്മാർ 16:20. ജഡ്ജസിന്റെ 14:20. കർത്താവ് തന്നെ വിട്ടുപോയ കാര്യം അവൻ അറിഞ്ഞില്ല. പറഞ്ഞ കർത്താവ് തന്നെ വിട്ടുപോയ കാര്യം അവൻ അറിഞ്ഞില്ല. ഈ ഉടമ്പടി എടുത്ത പല ആൾക്കാർക്ക് സംഭവിച്ചിരിക്കുന്ന ഒരു നിശബ്ദ ദുരന്തമാണ്. കർത്താവ് അവരെ വിട്ടുപോയത് അവരറിഞ്ഞിട്ടില്ല. കർത്താവ് അവരെ വിട്ടുപോയത് എന്തുകൊണ്ടാണ് അറിയാത്തത്? അധർമ്മം വർദ്ധിച്ചാൽ സ്നേഹം തണുത്തു പോകും. അപ്പോൾ കർത്താവ് അവരെ വിട്ടുപോകും. അധർമ്മം വർദ്ധിച്ചാൽ എപ്പോഴും നമ്മൾ ഉടമ്പടി എടുത്ത് ശ്രദ്ധിക്കണം. ധർമ്മമല്ലാതെ ഇപ്പം ധർമ്മമാണ് ഉടമ്പടിയിലെ ധർമ്മം. എന്താ? നമ്മുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, രോഗികളെ കാണുന്നതും വസ്ത്രം കൊടുക്കുന്നതും നനവുടിപ്പിക്കുന്നതും അതെല്ലാം ധർമ്മമാണ്. അത് ചെയ്യാതിരിക്കുമ്പോൾ അധർമ്മമായിട്ട് വരും. അതുപോലെ തന്നെയാണ് പ്രേക്ഷിത പ്രവർത്തനങ്ങൾ. ഉടമ്പടി അവൻ പറയണ പോലെ ചെയ്യാൻ നമ്മൾ കർത്താവ് പറഞ്ഞ വചനം നമ്മൾ ചെയ്യുകയാണ്. കാരണം ലോകം മുഴുവനും പോകുന്നു, എല്ലാ സൃഷ്ടികളും സുവിശേഷം പ്രസംഗിക്കാൻ അവൻ പറഞ്ഞതാണ്. അത് നമ്മൾ ചെയ്യുന്നില്ല. അപ്പോൾ അത് അധർമ്മമാവും. ധർമ്മം ചെയ്യുന്നില്ലെങ്കിൽ അധർമ്മമാവും. അധർമ്മം വർദ്ധിച്ചാൽ എന്നാ പറ്റണത്? അധർമ്മം വർദ്ധിച്ചാൽ മർക്കോസിൻ്റെ മത്തായി 14:24-12 എടുത്തേ. മത്തായി 24:12. അധർമ്മം വർദ്ധിക്കുന്നതിനാൽ പലരുടെയും സ്നേഹം തണുത്തു പോകും. ഈ ദൈവസ്നേഹത്തിന് ഒരു കുഴപ്പമുണ്ട്. എന്ത് കോപ്പറേറ്റ് തരം കാണിച്ച് നിങ്ങൾ ദൈവസ്നേഹത്തിൽ നിൽക്കാൻ പറ്റത്തില്ല. അതാ വിഷയം. അതുകൊണ്ട് ധർമ്മത്തിനെതിരെ, വിശുദ്ധിക്കെതിരെ എന്തെങ്കിലും സംഭവിച്ചാൽ
പ്രസൻസ് ലോസ് ചെയ്യും. യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടതിന് ഒരു കാരണം മാത്രമേ ഉള്ളൂ. എന്താണ്? നിത്യത. നിത്യത നഷ്ടപ്പെട്ട മനുഷ്യനെ നിത്യതയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയാണ് യേശു പാപത്തിന് പരിഹാരം ചെയ്തത്. അതിൻ്റെ മുദ്രവെപ്പായിട്ടാണ് നിനക്ക് പരിശുദ്ധാത്മ നൽകുന്നത്. വിശ്വാസം മാത്രം സ്വീകരിച്ചത് കൊണ്ട് സഭയിൽ പൂർണ്ണത കിട്ടാത്തതിൻ്റെ കാരണം പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ വേണ്ടിയാണ്. എഫേസ്യസ് 4:30 എടുത്തേ. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. എഫേസ്യസ് 4:30 രക്ഷയുടെ ദിനത്തിനു വേണ്ടി നിങ്ങളെ മുദ്രിതരാക്കിയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത്. അതായത് ഈ പരിശുദ്ധാത്മാവിനാണ് ദൈവത്തെ ജീവൻ പ്രസൻസ് അല്ല എന്നൊക്കെ ഫീൽ ചെയ്യാൻ സഹായിക്കുന്നത്. ഇത് വേദനിച്ചു കഴിഞ്ഞാൽ, കാര്യം പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയായതുകൊണ്ട് വേദനിച്ചു കഴിഞ്ഞാൽ ഇത് വിട്ടുപോകും. പ്രസൻസ് നമുക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുള്ള അതാണ്. ഉടമ്പടി എടുത്തിരിക്കുന്ന ആളുടെ ഈ പ്രസൻസിനെ കുറിച്ച് നല്ല ബോധം ഉണ്ടാകണം. പരിശുദ്ധാത്മം വിട്ടുപോകുന്ന തരത്തിലുള്ള കലാപരിപാടികളൊന്നിലേക്കും പോകരുത്. പ്രത്യേകിച്ച് ആത്മാവിനെ നഷ്ടപ്പെടുത്തുന്ന ചില സങ്കര വിവാഹങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ ഇപ്പോൾ കത്തോലിക്ക പെണ്ണിനോട് ചോദിക്കും, നിനക്ക് നിത്യജീവിതം വേണം അത് അവനെ വേണമെന്ന് ചോദിക്കും. എനിക്ക് നിത്യജീവിതം മതിയെന്ന് ചില പെണ്ണുങ്ങൾ പറയും. ചില പെണ്ണുങ്ങൾ ഓടിക്കളയും. എന്താ കാര്യം? അവളൊക്കെ അവനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ് ശാരീരികമായിട്ട്. കണ്ട് സംസാരിച്ച് മൂന്നാം പക്കം ബന്ധപ്പെട്ടാണ്. ഇവന് വേണ്ടി മാത്രം ഇങ്ങനെ ഇറങ്ങിക്കെത്തിരിക്കുന്ന പെണ്ണുങ്ങളാണ് ഇതുപോലെ വീണ് പോണത്. എപ്പോഴും നിങ്ങൾ ഇന്ദ്രിയങ്ങളെ നിഗ്രഹിക്കുകയും അടക്കി നിർത്തുകയും ചെയ്യണം. നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മൾ വരപ്രസാദം നഷ്ടപ്പെടാത്തൊരു സാഹചര്യം ഉണ്ടാക്കാൻ നമുക്ക് ഓരോരുത്തർക്കും ബാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഒപ്രീഷമെന്ന കൂദാശ സ്വീകരിക്കുന്നവർക്ക് പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, പെന്തക്കോസ്താ ദിവസം അടുത്ത് വരുമ്പോൾ എന്റെ വിശുദ്ധിയുടെയും എന്റെ നിത്യതയുടെയും ആചാരമായി എനിക്ക് നൽകിയ പരിശുദ്ധാത്മാവിനെ നഷ്ടപ്പെടുത്തുന്ന സാഹചര്യമാണ് എന്റെ ബന്ധങ്ങളിലുണ്ടെങ്കിൽ മനുഷ്യനേക്കാളുപരി ദൈവത്തിന്റെ പീഡാനുഭവങ്ങളുടെ ഫലമായ നിത്യജീവനെ കരഗതമാക്കാൻ ദൈവത്തിന്റെ പക്ഷം ചേരാൻ എന്നെ ആത്മാവിൽ വീണ്ടും അഭിഷേകം ചെയ്യണമേ. ആത്മാവാം ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിങ്ങളെന്ത് ശാരീരികമായി ബന്ധപ്പെട്ട് പാപം ചെയ്താലും നിന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തുകയും യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തെയും അവൻ്റെ തിരുമണത്തെയും വിശുദ്ധ രക്തത്തെയും നീ മാനിക്കാതിരിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ, നിത്യജീവന് നീ വില കൊടുക്കുന്നതായിട്ട് പരിശുദ്ധാത്മാവ് നീ ഓർപ്പിക്കുന്നുണ്ടെങ്കിൽ, എൻ്റെ ദൈവവേദലെ ആന്ത് തേൻകട്ടയാലും പൊൻകട്ടയാലും നീ കർത്താവിലേക്ക് തിരിച്ചു വിടണം എന്നാണ് കർത്താവിൻ്റെ വചനം കൊള്ളത്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. രക്ഷിപ്പാൻ നിൻ കരം നീട്ടണേ, പാപത്താൽ ഞാൻ തളർന്നിടുമ്പോൾ രക്ഷിപ്പാൻ നിൻ കരം
വസിക്കാൻ വരണേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞാൻ എന്താ ഇങ്ങനെ പറഞ്ഞെന്ന് നിനക്കറിയാവോ? നമ്മളൊരു വചനം കണ്ടില്ലായിരുന്നോ? എന്താ കണ്ടത്? മത്തായി 24:12. എന്താണ്? അധർമ്മം വർദ്ധിക്കുമ്പോൾ സ്നേഹം തണുത്തു പോകും. അത് ഖരപദാർത്ഥം പോലെയാവും. മെൽട്ടായിട്ടിരുന്ന സംഭവം ദ്രവമായിരുന്നത് ഖരമായി കല്ല് പോലെയാകും. അധർമ്മം വർദ്ധിക്കുന്നതനുസരിച്ച് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഹൃദയം കല്ല് പോലെയാകും. ഈ ഹൃദയത്തെ മെൽട്ട് ചെയ്യാൻ എന്താണ്? ഞാൻ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് കല്ല് പോലത്തെ ഹൃദയം മാന്തിക്കളയും, പകരം മാംസളമായ ഹൃദയം നൽകുമെന്ന് ജെറമിയ പറയണില്ലേ? പരിശുദ്ധാത്മ നൽകുമെന്ന് എൻ്റെ അർത്ഥം. അല്ല, ഹൃദയം കല്ല് പോലെ ഇരുന്നിട്ട് മാറ്റിട്ട് വേറെ മാംസമുള്ള ഹൃദയം വെക്കുന്നല്ല. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. എസെക്കിയേൽ 37. എസെക്കിയേൽ 36:26. എസെക്കിയേൽ 36:26. ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും. ഒരു പുതുചൈതന്യം നിങ്ങളിൽ ഞാൻ നിക്ഷേപിക്കും. നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തു മാറ്റി മാംസള ഹൃദയം നൽകും. അപ്പൊ എന്താ ആദ്യത്തെ വചനം വായിച്ചേ? 36 ആദ്യത്തെ വചനം വായിച്ചത് ഒരു പുതിയ ഹൃദയം. അതൊക്കെ മുമ്പ് വായിച്ചേ, ഞാൻ നിങ്ങളുടെ മേൽ ശുദ്ധജലം തളിക്കും. നിങ്ങളുടെ എല്ലാ മാലിന്യങ്ങളിൽ നിന്നും നിങ്ങൾ ശുദ്ധീകരിക്കപ്പെടും. സകല വിഗ്രഹങ്ങളിൽ നിന്നും നിങ്ങളെ ഞാൻ നിർമ്മലരാക്കും. അടുത്ത സ്റ്റെപ്പ് വായിക്കൂ. ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും. ഒരു പുതുചൈതന്യം നിങ്ങളിൽ ഞാൻ നിക്ഷേപിക്കും. നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തു മാറ്റി മാംസള ഹൃദയം നൽകും. അപ്പൊ 36:26 ഈ വചനം കണക്ട് ചെയ്യേണ്ടത്. ഏത് വചനമാണ്? അധർമ്മം പെരുകുമ്പോഴേ ഹൃദയം സ്നേഹം തണുത്തു പോകും, തണുത്ത് ശിലാതുല്യമാകും. അപ്പം അധർമ്മം പെരുകുന്നതനുസരിച്ച് ഹൃദയം കഠിനമാകും. എസെക്കിയേൽ പറയണത് അധർമ്മം കൊണ്ട് കഠിനമായ കല്ല് പോലത്തെ ഹൃദയം ഞാൻ എടുത്തു മാറ്റാൻ വേണ്ടി എന്ത് ചെയ്യും? ഞാൻ നിങ്ങളുടെ മേലൊരു നവചൈതന്യം നിക്ഷേപിക്കും. ദാറ്റ് ഈസ് ഹോളി സ്പിരിറ്റ്. മാംസളമായ ഹൃദയം നിങ്ങൾ നിക്ഷേപിക്കുമെന്ന് പറയണത് പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് നൽകുമെന്നുള്ളതിൻ്റെ ശരിക്കും പറഞ്ഞാലുള്ള വാഗ്ദാനത്തിൻ്റെ ഒരു സഫലീകരണമാണ്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ. എസെക്കിയേൽ 36:26 അങ്ങ് വാഗ്ദാനം ചെയ്ത നവചൈതന്യം നിറയുന്ന മാംസളമായ ഹൃദയം ഉൽപ്പാദിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ എന്നെ അഭിഷേകം ചെയ്യണമേ. എന്റെ ദൈവവേദന ദൈവസ്നേഹം അനുഭവിക്കുന്ന ഒരു ഹൃദയത്തിനെയാണ് ശരിക്കും പറഞ്ഞാൽ മാംസളമായ ഹൃദയം എന്ന് പറയണത്. ദൈവസ്നേഹം അനുഭവിക്കുന്നു. ഇപ്പം നമ്മൾ പെന്തക്കോസ്തയിലേക്ക് പോവുകയാണ്. ആ പെന്തക്കോസ്ത ദിനത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശിഷ്യന്മാർക്ക് കിട്ടുകയും സഭ ജനിച്ച കാലമാണ്. അപ്പം നമ്മൾ ഇതിൻ്റെ സത്യാവസ്ഥകളെ ഇപ്പോഴേ ഞാൻ പോലും അറിയാതെ എന്നിലൂടെ കർത്താവ് വചനം വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതൊന്നും ഞാൻ പഠിച്ച കാര്യങ്ങളല്ല, ആത്മാവ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ആത്മാവിനെ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. വചന വെളിപാടുകൾക്ക് നന്ദി പറയുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ വഴി നടത്തുന്നതിന് നന്ദി പറയുന്നു. ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മൾ അധർമ്മം വർദ്ധിക്കുമ്പോൾ
വിശുദ്ധിക്കെതിരെയും കർത്താവിൻ്റെ വചനത്തിൻ്റെ പ്രായോഗിക ക്ഷമത ഇല്ലാതെ ഒരു പ്രാർത്ഥനയെ മാത്രമായിട്ട് ജീവിതം അവസാനിക്കുമ്പോൾ അധർമ്മം വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്ത് പറ്റും? അധർമ്മം വർദ്ധിക്കുമ്പോൾ മത്തായിയുടെ 24:12 സ്നേഹം തണുത്തു പോകും, ദൈവസ്നേഹവും തണുത്തു പോകും. അത് ശിലാതുല്യമായി നമ്മുടെ ഹൃദയം മാറും, കഠിന ഹൃദയമായി മാറും. മനസ്സിലായില്ലേ? അങ്ങനെ കഠിന ഹൃദയമായി മാറുന്നവർക്കാണ് എസെക്കിയേൽ 36:26 അവിടുന്ന് നവചൈതന്യം കൊടുത്തിട്ട് മാംസലമായ ഹൃദയം നൽകുമെന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനെ നൽകുമെന്നാണ്. ഈ പരിശുദ്ധാത്മാവ് ലഭിക്കുമ്പോൾ എന്താ സംഭവിക്കണത്? റോമ 5:5 വർക്കൗട്ട് ചെയ്യും. റോമ 5:5 എന്താണ്? ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. പറഞ്ഞ പ്രത്യാശ നമ്മളെ നിരാശരാക്കുന്നില്ല. കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയത്തിലേക്ക് ചൊരിയണത് നമുക്ക് നൽകപ്പെടേണ്ട പരിശുദ്ധാത്മാവിലൂടെയാണ്. പരിശുദ്ധാത്മാവ് വിട്ടും വെച്ചും പോയാൽ ദൈവസ്നേഹം നമ്മൾ അനുഭവിക്കത്തില്ല. അപ്പോൾ നമ്മുടെ ഹൃദയം സ്വാഭാവികമായിട്ടും തണുത്തു പോവുകയും ചെയ്യും, കഠിനമാവുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു വിഷയം, ഒരു ആധ്യാത്മികമായ ഒരു ഭയങ്കര തകർച്ചയാണ്. ഇതിനാണ് ഉടമ്പടി ഔഷധമാകുന്നത്. ഇൻ കേസ് നിങ്ങളുടെ പരിശുദ്ധാത്മാവ് വിട്ടുപോയി, നിങ്ങൾക്ക് ദൈവസ്നേഹം അനുഭവിക്കാൻ യാതൊരു മാർഗവും ഇല്ല എന്ന് വന്നാൽ, നിങ്ങളുടെ ഹൃദയം കഠിനമായിരിക്കണമെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും മാംസലമായ ഹൃദയമാക്കി മാറ്റാനുള്ള ഏറ്റവും വലിയ നടപടിക്രമം ഉടമ്പടിയാണ്. എന്താ അങ്ങനെ പറയണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളൊന്ന് മർക്കോസിൻ്റെ യോഹന്നാന്റെ സുവിശേഷം 15:14 വായിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, യേശുവേ ആരാധന, ആരാധന. യോഹന്നാൻ 15:14 ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് നിങ്ങൾ ചെയ്യുന്നെങ്കിൽ. ഉടമ്പടി പോകണ്ട, അവൻ പറയണ പോലെ ചെയ്യുക. കണ്ടില്ലേ? ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് നിങ്ങൾ ചെയ്യുന്നെങ്കിൽ നിങ്ങൾ എൻ്റെ സ്നേഹിതരാണ്. നേരത്തെ ശിഷ്യന്മാരാണെന്ന് പറഞ്ഞു ഈശോ. ഇപ്പം എന്താ പറയണത്? ഉടമ്പടി എടുത്താൽ ശിഷ്യന്മാരായി കഴിഞ്ഞ് മാത്രമല്ല, പിന്നെന്താണ്? ദൈവത്തിൻ്റെ സ്നേഹിതരാണ്. ഇൻ കേസ് ദൈവസ്നേഹം കുറഞ്ഞ് പരിശുദ്ധാത്മാവ് വിട്ടുപോയാൽ പിന്നെ ഉടമ്പടി മാത്രമേ നമുക്ക് മാർഗമുള്ളൂ. അതാണ് ഞാൻ നിങ്ങൾ, അത് 15:14 എന്താ പറഞ്ഞു? ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് ചെയ്യുന്ന പക്ഷം നിങ്ങൾ എൻ്റെ സ്നേഹിതരാണ്. ദൈവസ്നേഹത്തിലേക്ക് നമ്മൾ വരികയാണ് ഉടമ്പടി എടുക്കുമ്പോൾ. ഉടമ്പടി എടുത്ത പ്രയോഗത്തിലാക്കുമ്പോൾ തന്നെ നമ്മൾ നഷ്ടപ്പെട്ട സ്നേഹം തിരിച്ചു വരുന്നു, പരിശുദ്ധാത്മാവ് തിരിച്ചു വരുന്നു. 15:10 വായിച്ച യോഹന്നാന്റെ സുവിശേഷം ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യോഹന്നാൻ 15:10 ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും. അപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഉടമ്പടി പ്രകാരം ജീവിക്കുന്നത്. അങ്ങനെ ജീവിച്ചാൽ 15:7 എന്താ പറയണത്? നിങ്ങൾക്കിഷ്ടമുള്ളത് ചോദിക്കാം. ഇതുവഴി ഉടമ്പടി എടുക്കുന്ന വഴി എന്ത് പറ്റുമെന്നാണ് പറഞ്ഞത്? 15:14 വായിച്ചത് എന്താണ്? പിതാവ് മഹത്വപ്പെടുന്നു. പിതാവിൻ്റെ മഹത്വമാണ് ഉടമ്പടി നിന്ന് ഇതുപോലെ ജ്വലിച്ച് കത്താൻ കാര്യം. ഓരോ ഉടമ്പടിക്കാരും ഉടമ്പടി അനുസരിച്ച് ദൈവത്തിൻ്റെ സ്നേഹത്തോടെ പരിശുദ്ധാത്മാവ് നിറഞ്ഞ് ജീവിച്ചു കഴിയുമ്പോൾ പിതാവ് മഹത്വപ്പെടുന്നു. അപ്പം പിതാവിനെ മഹത്വപ്പെടുത്തുന്ന വലിയ ഒരു സുവിശേഷ നടപടിക്രമവും പ്രയോഗ രീതിയുമാണ് ഉടമ്പടി. അത് നമ്മുടെ ജീവിതത്തിന് ദൈവം നൽകിയ ഏറ്റവും വലിയ ഒരവസരമാണ്. നീ ഉടമ്പടി എടുത്ത വ്യക്തിയാണെങ്കിൽ അത് പുതുക്കുക. ഉടമ്പടിയിലെ ഇല്ലാത്ത വ്യക്തിയാണെങ്കിൽ എത്രയും വേഗം കടന്ന് ഉടമ്പടിയിലായി ദൈവത്തിലായി സുവിശേഷത്തിൻ്റെ സാക്ഷിയും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ വക്താവും വിശ്വാസത്തിലൂടെ ഉടമ്പടി പ്രാർത്ഥനയുടെ ജീവിത രീതി സ്വീകരിച്ചുകൊണ്ട് സമ്പൂർണ്ണമായ ഒരു സാക്ഷിയായി മാറാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എഴുന്നേൽക്കുക.
രോഗസൗഖ്യ പ്രാർത്ഥനയുടെ സമയമാണ്. അച്ഛൻ മക്കളെ ഈശോയുടെ നാമത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ഈശോ നിങ്ങളുടെ രോഗങ്ങളെ എടുത്ത് മാറ്റിക്കൊണ്ടിരിക്കും. എന്താ ഇങ്ങനെ ഉറപ്പായിട്ടൊക്കെ പറയാൻ കാര്യം, നിങ്ങൾ സാക്ഷ്യങ്ങൾ കേട്ടാൽ മതി. ഉടമ്പടിയുടെ ആരാധന അവസാനം വരുന്ന 10 മിനിറ്റ് ആരാധനയിൽ എത്രയോ പേരാണ് എല്ലാ ദിവസവും ഇവിടെ വന്ന് സാക്ഷ്യം പറയണത്. അതുകൊണ്ട് നിങ്ങൾ വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ട് കൈകൾ മാറ്റിക്കൊണ്ടിരിക്കണം. ശരീരത്തിൻ്റെ വ്യത്യസ്തമായ രോഗങ്ങളുണ്ടാകും. അവിടെയെല്ലാം നിങ്ങൾ കൈകൾ മാറ്റിക്കൊണ്ട് വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടേയിരിക്കണം. ഓൺലൈനിലുള്ളവർ ഏതെല്ലാം സമയത്ത് ധ്യാനം കൊടുന്നു അപ്പോഴെല്ലാം അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. യേശു കർത്താവാണെന്ന് ആദരം കൊണ്ട് ഏറ്റു പറയണം. യേശു കർത്താവാണ്. വിശ്വാസ പ്രമാണം അറിയാൻ പാലാത്ത ഇത്രയും പറഞ്ഞാൽ മതി. യേശു കർത്താവാണ്. ദൈവം അവനെ മരിച്ചോന്ന് ഉയർപ്പിച്ചോന്ന് ഞാൻ ഹൃദയത്തിൽ വിശ്വസിക്കുന്നു. യേശു കർത്താവാണെന്ന് ഞാൻ ആദരം കൊണ്ട് ഏറ്റു പറയുന്നു. ഒന്ന് പറഞ്ഞേ, യേശു കർത്താവാണ്. ആദരം കൊണ്ട് ഏറ്റു പറയുന്നു. ദൈവം അവനെ മരിച്ചോന്ന് ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുന്നു. ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണം. യേശു കർത്താവാണെന്ന് ഞാൻ ഏറ്റുപറയുന്നു. ദൈവനെ മരിച്ചോന്ന് ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുന്നു. അത് ആവർത്തിച്ചൊരു 1000 പ്രാവശ്യം പറഞ്ഞ് അച്ഛൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അടിപ്പിണർ പോലെ കർത്താവ് നിങ്ങളെ സുഖപ്പെടുന്നത് കാണാൻ. ശ്രദ്ധിക്കട്ടെ. നല്ലവനായ ഈശോ നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. യേശു കർത്താവാണെന്ന് ഞാൻ ഏറ്റുപറയുന്നു. ദൈവം അവനെ മരിച്ചോ എന്ന് ഉയർപ്പിച്ചെന്ന് ഞാൻ ഹൃദയത്തിൽ വിശ്വസിക്കുന്നു. കർത്താവ് അങ്ങനെ വിശ്വസിക്കുന്ന മക്കളുടെ മേൽ കർത്താവെ നിന്റെ തിരുമുറിവാർന്ന വലതുകരം വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ഉള്ളംകാലം മുതൽ ഉച്ചവരെ ഉണ്ടാകുന്ന സിസ്ത് രോഗങ്ങളെ അങ്ങനെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്ന കർത്താവെ, മാംസപേശി വളരുന്നവ, ആന്തരികമായ കോശങ്ങൾ ദ്രവിക്കുകയും ക്യാൻസർ രോഗത്തിന് അടിപ്പെട്ടവരെ, കിഡ്നി രോഗത്തിന് അടിപ്പെട്ടവരെ യേശു കർത്താവാണെന്ന് ഏറ്റുപറയുന്ന ദൈവം അവന് മരിച്ചോ ഉയർപ്പിച്ചെന്ന് ഹൃദയത്തെ വിശ്വസിക്കുന്ന അസ്ഥി രോഗികൾ, പേശി രോഗികൾ, ചിരങ്ങ് രോഗികൾ, ചൊറി രോഗങ്ങൾ, യേശുവെ ത്വക്ക് രോഗങ്ങൾ കർത്താവിൻ്റെ രക്തത്താൽ കഴുകട്ടെ. കണ്ണ് കാണാത്തവരെ, ചെവി കേൾക്കാത്തവർ, മൂക്കിന് അടഞ്ഞു പോയവർ, അടിനോടിന് രോഗമുള്ളവർ, മുടി കൊഴിഞ്ഞു പോകുന്നവർ, ശരീരം ചൂടായവർ, വൃക്ക രോഗികൾ, അത് മലമൂത്രം കർത്താവെ പോകാത്തവർ, അടഞ്ഞു പോയവർ, കോൺസ്റ്റിപ്പേഷൻ്റെ അസുഖമുള്ളവർ, മൂത്രത്തിന് വേദന ഉള്ളവർ, മൂത്രമൊഴിക്കുമ്പോൾ വേദന ഉള്ളവർ, മൂത്രമൊഴിക്കുമ്പോൾ ചൊറിച്ചിലുള്ളവർ കർത്താവെ സ്പർശിക്കണമേ. യേശു കർത്താവാണെന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു. ദൈവനെ മരിച്ചോന്ന് ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുന്നതിൻ്റെ പേരിൽ നിൻ്റെ നാമത്തിൽ അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കട്ടെ. മാരക രോഗങ്ങൾ, തീരാവേദികൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. മാരക രോഗങ്ങൾ, തീരാവേദികൾ, അസ്ഥി രോഗങ്ങൾ, അസ്ഥി ഉരുക്കങ്ങൾ, അസ്ഥി കുഴകൾ ദ്രവിക്കുന്ന അസുഖങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. വാതരോഗങ്ങൾ, കിഡ്നി രോഗങ്ങൾ, മുടി കൊഴിയുന്ന അസുഖങ്ങൾ, ചെവി കേൾക്കാത്ത അസുഖങ്ങൾ, ഉള്ളംകാൽ ഉച്ചുവരെ മാരക രോഗങ്ങൾ, സർവ്വവിധ രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ, ആമാശയ രോഗങ്ങൾ, കുടലിലെ കുരുക്കൾ കർത്താവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ഗർഭാശയ രോഗങ്ങൾ, കിഡ്നി കർത്താവെ, ഷുഗറിൻ്റെ രോഗങ്ങൾ, പ്രഷർ രോഗങ്ങൾ യേശു ക്രിസ്തുവിന്റെ വിശുദ്ധമായ രക്തത്താൽ ഉള്ളംകാൽ മുതൽ ഉച്ചവരെ കഴുകപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ മരക രോഗങ്ങൾ, എയ്ഡ്സ് രോഗങ്ങൾ, ക്യാൻസർ രോഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. വരേണമേ, എന്നിൽ നിറയണമേ, വരേണമേ, സൗഖ്യം നൽകണമേ, വരേണമേ, എന്നിൽ നിറയണമേ, വരേണമേ, സൗഖ്യം നൽകണമേ. കർത്താവായ ദൈവമേ, അങ്ങയുടെ വിശുദ്ധ രക്തത്താൽ എന്റെ ഉള്ളംകാലം മുതലേ ഉച്ചവരെ അങ്ങ് കഴുകണമേ. അസ്ഥി രോഗങ്ങള്, പേശി രോഗങ്ങള്, സർപ്പ രോഗങ്ങള്, സ്പോണ്ടിലോസിസ് രോഗങ്ങള്,
സ്പോണ്ടിലോസിസ് രോഗങ്ങള്, ഓട്ടിസം രോഗങ്ങള്, ഗർഭാശയ രോഗങ്ങള്, നടുവേദനകള്, ഇടുപ്പലിന്റെ അസുഖങ്ങള്, കഴുത്തിന്റെ വേദന, തൈറോയ്ഡ് രോഗങ്ങള്, പല്ലിന്റെ വേദന, ക്യാൻസർ രോഗങ്ങള്, യേശു നാമത്തിലെ സൗഖ്യമാകട്ടെ. എന്നിൽ നിറയണമേ, നാദാവരേണമേ, സൗഖ്യം നൽകണമേ, നാദാവരേണമേ, എന്നിൽ നിറയണമേ, നാദാവരേണമേ, സൗഖ്യം നൽകണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ മക്കളെ, ജോലി ഇല്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. ജോലി ഇല്ലാത്തവരെ, ജോലി അന്വേഷിക്കുന്നവരെ, ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി ഇപ്പം നഷ്ടപ്പെടാൻ പോകുന്നവർ, വിസ പ്രോസസ്സിങ് ഇരിക്കുന്നവർ, വിസ ഇതുവരെ കിട്ടാത്തവർ, വിസ തീരാൻ പോകുന്നവർ, നാട്ടിലേക്ക് തിരിച്ചു പോകാനുള്ള വേദന അനുഭവിക്കുന്നവർ, ഇങ്ങനെ എല്ലാവർക്കും പഠിക്കാൻ പോകുന്നവർ, പരീക്ഷയ്ക്ക് ഒരുങ്ങുന്നവർ, റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ, റിസൾട്ട് കിട്ടിയതിൻ്റെ പേരിൽ തോറ്റതിൻ്റെ പേരിൽ മനസ്സിടിഞ്ഞിരിക്കുന്നവർ, അവരെല്ലാം ഇപ്പോൾ ഈശോ സ്പർശിക്കുകയും ഇതുകൊണ്ട് അവസാനിക്കുന്നില്ല, കർത്താവ് നിന്നെ വീണ്ടെടുക്കുമെന്നുള്ള വലിയ, നിനക്ക് വേണ്ടി വില കൊടുത്തവൻ നിന്നെ എല്ലാ സാഹചര്യങ്ങളിൽ നിന്നും വീണ്ടെടുക്കുമെന്ന് ഓർക്കുക. മദ്യപാന ആസക്തിയുള്ളവരെ, ലഹരി പദാർത്ഥങ്ങൾ ആസക്തിയുള്ള മക്കൾ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കന്മാർ, കുടുംബ തകർച്ച വന്നവരെ, കുടുംബ കലഹങ്ങൾ വന്നവരെ, എപ്പോഴും കുടുംബത്തിൽ വഴക്ക് മാറാതെ വേദന ജീവിക്കുന്ന മാതാപിതാക്കന്മാർ, വഴക്ക് കാരണം ഭക്ഷണം പോലും കഴിക്കാൻ പാകം ചെയ്യാത്ത വീടുകൾ, വിവാഹമോചനത്തിൻ്റെ വക്കിലെത്തിയവർ, അതിന് കേസ് പറയുന്നവർ, പ്രണയബന്ധങ്ങൾ അകപ്പെട്ടതിൻ്റെ പേരിൽ മനസ്സിൻ്റെ സമാധാനം നഷ്ടപ്പെട്ട് പ്രാർത്ഥനാ ജീവിതം ദൈവത്തെ നഷ്ടപ്പെട്ടു പോയവരെ, അങ്ങനെ എല്ലാവിധത്തിലുള്ള മോഹവലയങ്ങളിലെ അകപ്പെട്ടു പോയവർ, അങ്ങനെ എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന വസ്തു തടസ്സങ്ങൾ, വസ്തു വിൽക്കാനും വാങ്ങാനും വഴിയില്ലാത്തവരെ, വഴിക്ക് വേണ്ടി കേസ് പറയുന്നവർ, വസ്തു വാങ്ങാനുള്ളവർ, വാടക കയറിയിട്ട് പോകാതിരിക്കുന്നവർ, വാടക കിട്ടാതിരിക്കുന്നവർ, വാടക പോലും കൊടുക്കാൻ നിവൃത്തിയില്ലാത്ത മക്കൾ, ഇങ്ങനെ വ്യത്യസ്തമായ രീതികളിൽ വിഷമിക്കുന്ന എല്ലാ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. ഇടിമുഴക്കം പോലെ സ്തുതിക്കട്ടെ. ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്ന എൻ്റെ കർത്താവിൻ്റെ സർവ്വശക്തി മക്കളിലേക്ക് കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന, ജോലിയില്ലാത്തവർ, വീടില്ലാത്തവർ, വസ്തു വിൽക്കാൻ പറ്റാത്തവർ, വഴിയില്ലാത്തവർ, വെള്ളമില്ലാത്തവർ, വെളിച്ചം കിട്ടാത്തവർ, എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന, കുടുംബ കലഹമുള്ളവർ, തകർന്നു പോകുന്ന കുടുംബങ്ങൾ, അഴിഞ്ഞു പോകുന്ന കുടുംബങ്ങൾ, മക്കളില്ലാത്തവർ, കർത്താവേ, ഗർഭാശയത്തിൽ കുഴപ്പങ്ങളുള്ളവർ, ഗർഭിണികളായിട്ടും മറ്റു തരത്തിലുള്ള തകരാറുള്ളവർ, എല്ലാവരും സ്വച്ഛ പ്രാർത്ഥിക്കുന്ന തൈറോയ്ഡ് രോഗികൾ, നടുവേനക്കാർ, സ്വച്ഛ പ്രാർത്ഥിക്കുന്ന കിഡ്നി രോഗികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ ശക്തി മക്കളെ കൊടുക്കട്ടെ. മാരക രോഗങ്ങൾ, തീരാവേദികൾ, ജീവിത ദുരിതങ്ങൾ, കർത്താവ് പാസ്പോർട്ട് കിട്ടാത്തവർ, പാസ്പോർട്ട് നഷ്ടപ്പെട്ടവരെ, പാസ്പോർട്ട് സറണ്ടർ ചെയ്യാൻ അനുവദിക്കാത്തവരെ, പുതിയ പാസ്പോർട്ട് കിട്ടാത്തവരെ, എല്ലാവരും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ ഉന്നതമായ നാമത്തിൽ ജീവിത ദുരിതങ്ങൾ, തടസ്സങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ആരാധന.